വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ പത്രോസ് ചെയ്തൊരു കാര്യം എന്താണ്? പത്രോസ് പറയുകയാണ്, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിൻ്റെ വിശ്വാസം അവന് കൊടുക്കുകയാണ്. പത്രോസ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, നിനക്ക് എഴുന്നേറ്റ് നടക്കാമെന്ന്. അത് ഇവിടെ പത്രോസ് തൻ്റെ ഒരു ശുശ്രൂഷ കാലഘട്ടം ആരംഭിക്കുകയാണ്. താൻ പൊതുപ്രവർത്തനത്തിനായിട്ട്, ആത്മീയ പൊതുപ്രവർത്തനത്തിനായിട്ട് തുടങ്ങുന്ന പ്രാരംഭ കാലഘട്ടം. കർത്താവിൽ നിന്ന് പത്രോസ് പഠിച്ചത് സമ്പത്ത് വെള്ളിയും പൊന്നുമായിട്ട് മാത്രമല്ല സമ്പത്തുള്ളതെന്നൊരു പാഠമാണ് പത്രോസ് പഠിച്ചത്. ആളുകൾ വിവിധ തരത്തിലാണല്ലോ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത്. പത്രോസിനൊരു കാര്യം മനസ്സിലായി. ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് കർത്താവ് തനിക്ക് പകർന്നു തന്നിരിക്കുന്ന വിശ്വാസമാണെന്നാണ് പത്രോസ് പഠിച്ചിരുന്നത്. വിശ്വാസം തങ്ങളുടെ ഉള്ളിലുണ്ടെന്നും 3.5 വർഷം കൊണ്ട് വിശ്വാസം കണ്ടും കേട്ടും പറഞ്ഞും പഠിച്ചും ശ്വാസത്തിൻ്റെ പ്രവർത്തികൾ കണ്ടും മഹാത്ഭുതങ്ങൾ കണ്ടുമൊക്കെ ഒരു വലിയ വിശ്വാസം തൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പത്രോസിന് നന്നായിട്ടറിയാം. പക്ഷേ വലിയൊരു ഒരു കുറവ് പത്രോസിന് മനസ്സിലായിരുന്നു. അത് 3.5 വർഷം യേശു കർത്താവ് വിശ്വാസം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിലൂടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ അസാമാന്യമായ രീതിയിൽ, അസാധാരണമായ രീതിയിൽ, പ്രകൃതിയതീതമായ രീതിയിൽ, ആർക്കും നിഷേധിക്കാനാകാത്ത, സകലർക്കും ആശ്ചര്യമുളവാക്കുന്ന രീതിയിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ചെന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നത് നമുക്കറിയാം. യേശുവിനോട് ചോദിക്കുന്നതാണ്, ഇതെങ്ങനെയാണ് ഇതെല്ലാം നടക്കുന്നത്? ഇതെല്ലാം സാധ്യമാകുന്നത്? നിമിഷ നേരം കൊണ്ട് അത്തിവൃക്ഷം ഉണങ്ങുന്നു, മരിച്ചവർ ഉയർക്കുന്നു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അപ്പോൾ യേശു അതിന് മറുപടി പറഞ്ഞത്, നിങ്ങൾ വലിയ ആത്മീയരായി, നിങ്ങൾ ഭയങ്കര വിശുദ്ധ ജീവിതമൊക്കെ നയിച്ച് 24 മണിക്കൂറും ദൈവഭക്തിയിൽ ജീവിച്ച് ദൈവത്തെ മാത്രം ധ്യാനിച്ച് നടക്കണം എന്നൊന്നുമല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് എന്താണ്? വളരെ വ്യക്തമായിട്ട് യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യമാണ്. ഓൾ തിങ്സ് ആർ പോസിബിൾ ഹു ക്യാൻ ബിലീവ്. യേശു പറഞ്ഞതാണ്, വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യം എന്ന ഒരു പാഠമാണ് ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചത്. ശിഷ്യന്മാർ അത് കണ്ട്, അത് കേട്ട്, അത് പരിശീലിപ്പിക്കപ്പെട്ട്, അത് പരിശീലനത്തിലൂടെ തികഞ്ഞവരായി വിശ്വാസത്തിൻ്റെ നല്ല ഒരു തികവിലാണ് 3.5 വർഷം കൊണ്ട് അവർ പുറത്തു വന്നത് തന്നെ. പക്ഷെ അപ്പോഴും ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ആ വിശ്വാസം ഒന്ന് ആക്സസ് ചെയ്യാൻ, ആ വിശ്വാസം എടുത്ത് ഉപയോഗിക്കുവാൻ ഉള്ള ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. ആ കുറവ് നികത്തിയത് കർത്താവ് പറഞ്ഞു, ആ കുറവ് നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ വിശ്വാസം കിട്ടിയിട്ട് നിങ്ങളിത് എടുത്തുകൊണ്ട് ഓടേണ്ട കാര്യമില്ല. ഈ വിശ്വാസത്തിൻ്റെ തികവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വിശ്വാസം നിങ്ങൾ പഠിച്ചു, നിങ്ങൾ കണ്ടു, നിങ്ങൾ കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ പഠിച്ചു. എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങൾ ഇനിയും പോകരുത്, ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഇതെൻ്റെ സാക്ഷികളാകും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എവിടെയാണ്? പരിശുദ്ധാത്മാവിലുള്ളൊരു ധൈര്യവും കൂടെ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾക്ക് ധൈര്യമില്ലാതെ വിശ്വാസത്തെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അധൈര്യപ്പെട്ടു പോകരുത്. അപ്പോൾ വിശ്വാസം ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ധൈര്യമാണ്. നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, പക്ഷെ ധൈര്യമില്ല. വിശ്വാസം ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ലഭിക്കപ്പെട്ട, നിങ്ങൾ വളർത്തിയെടുത്ത, നിങ്ങൾ ശക്തമാക്കിയെടുത്ത, നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത വിശ്വാസം നിങ്ങൾക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ, പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരു കാര്യമാണ്. അത് ധൈര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ധൈര്യമില്ലെങ്കിൽ വിശ്വാസത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പത്രോസ് പേടിച്ചോടിപ്പോയി, ഇനി ഞാൻ മീൻ പിടിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു പോയി. അതിനുശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പത്രോസിന് ആ ധൈര്യം ലഭിച്ചു. ധൈര്യം ലഭിച്ചിട്ട് പോകുന്ന പോക്കിനാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഒരു മുടന്തൻ ഇരിക്കുന്നു. അവന് പത്രോസിനോട് എന്നെ സൗഖ്യമാക്കണമേ, സഹായിക്കണമേ എന്നൊന്നും ആവശ്യപ്പെട്ടില്ല. അവനവരോട് സ്വാഭാവികമായും 2 മനുഷ്യർ കടന്നു പോകുമ്പോൾ അവൻ ഭിക്ഷ ചോദിച്ചതാണ്. അപ്പോൾ പത്രോസ് നിന്നിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഒന്നും എനിക്ക് തരാനായിട്ടില്ല, എനിക്ക് തരാനുള്ളത് ഞാൻ നിനക്ക് തരാം. അത് നസറേത്തുകാരനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. നോക്കണം, വിശ്വാസത്തിൻ്റെ ശക്തമായൊരു വാക്ക് താൻ പ്രഖ്യാപിക്കുന്ന ഉടനടി തന്നെ
അവിടെ വിശ്വാസത്തിൻ്റെ ഫലം ലഭിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, വിശ്വാസത്തിൻ്റെ ശക്തി തന്നിലേക്ക് നിറഞ്ഞ് തന്നിൽ ആ ദൈവത്തിൻ്റെ ശക്തി വിശ്വാസത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൽ ശക്തി നിറഞ്ഞിരുന്നു. ആ രക്തസ്രാവക്കാരി സ്ത്രീ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. എന്നാൽ നിങ്ങൾക്കറിയാമോ, പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴൽ തട്ടി സുഖമാക്കുവാൻ രോഗികളെ വഴിയിൽ കൊണ്ട് കിടത്തുമായിരുന്നു. അപ്പോൾ പത്രോസിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തി, യേശുവിലുള്ള ദൈവശക്തി ആ യേശുവിൻ്റെ വസ്ത്രത്തിൽ നിൽക്കുമ്പോൾ പത്രോസ് ഒരു പടിയും കൂടെ കടന്ന് യേശുവിൻ്റെ ആ വലിയ മഹനീയമായിരിക്കുന്ന വാക്കിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. എന്നേക്കാൾ വലിയത് ചെയ്യുമെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ വ്യാപരിച്ചെങ്കിൽ പത്രോസിൻ്റെ നിഴലിൽ പോലും ദൈവശക്തി വ്യാപരിക്കുക. ആ വിശ്വാസത്തിൻ്റെ അത്യന്ത വ്യാപാര ശക്തി ഇപ്പോൾ പത്രോസിൻ്റെ നിഴലിൽ പോലും വ്യാപിക്കുകയാണ്. അപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വിശ്വാസം ഷെയർ ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെ മാത്രമല്ല, നിങ്ങളുടെ ഒരു സാമീപ്യം കൊണ്ട് തന്നെ. പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി, വിശ്വാസം ഷെയർ ചെയ്യുന്നത് വാക്കിൽ മാത്രമല്ല, തൻ്റെ നിഴലിൽ കൂടെ പോലും ഷെയറിങ് നടക്കുക. ഇപ്പം പത്രോസ് നടന്നു പോയാൽ മതി, അവൻ്റെ നിഴലിൽ കൂടെ ദൈവശക്തി ഷെയർ ചെയ്യുവാണ്, വിശ്വാസം ഷെയർ ചെയ്യപ്പെടുകയാണ്. അപ്പം നിങ്ങൾ വിശ്വാസത്തിൽ തികഞ്ഞും വിശ്വാസത്തിൽ നിറഞ്ഞും വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാമീപ്യം പോലും ചിലരെ രൂപാന്തരപ്പെടുത്തി കളയും. നിങ്ങളുടെ ഒരു സാമീപ്യം പോലും ചിലരെ ധൈര്യപ്പെടുത്തി കളയും. നിങ്ങളുടെ ഒരു സാമീപ്യം പോലും ചിലരെ ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. നിങ്ങളുടെ ഒരു സാമീപ്യം പോലും ആൾക്കാരെ രൂപാന്തരപ്പെടുത്താൻ മതിയായതായി മാറും. നിങ്ങളുടെ ഒരു സാമീപ്യം പോലും ആൾക്കാർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ പത്രോസിൻ്റെ നിഴല് മതി ആൾക്കാർക്ക് സുഖമാക്കുവാൻ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഷെയർ ചെയ്യപ്പെടും. നിങ്ങളൊരിടത്ത് പോയി വെറുതെ ഇരുന്നാൽ പോലും ആ സാന്നിധ്യം കൊണ്ട്, ആ സാമീപ്യം കൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വലിയ സമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാകും. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അനേകർ ചാടി എഴുന്നേൽക്കും. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അനേകർ ധൈര്യപ്പെടും. വിശ്വാസത്തിൽ നിങ്ങൾ നിറഞ്ഞാൽ അതൊരു വലിയ ശക്തിയായി, വലിയൊരു അത്ഭുതമായി ഇത് മാറുവാനിടയായിത്തീരും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കറിയാം, ആരെങ്കിലുമൊക്കെ നമ്മൾ സഹായിച്ചെന്നിരിക്കട്ടെ, നിങ്ങളൊരാൾക്ക് പൈസ കൊടുത്ത് സഹായിച്ച് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, പൈസ കൊടുത്ത് ആരും നമുക്ക് രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ല. അവരാ പൈസ തരുമ്പം പിന്നെയും നമ്മുടെ അടുക്കൽ വരും, ആ പൈസ തരുമ്പം പിന്നെയും നമ്മുടെ അടുക്കൽ വരും. അതിനൊരു പഴമൊഴി തന്നെയുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണ്? ഒരുത്തന് ഒരു നേരം മീൻ കൊടുത്താൽ അവൻ്റെ അന്നേരം വിശപ്പ് മാറത്തുള്ളൂ, പിന്നെ ആ മീൻ തീരുമ്പോൾ അവൻ പിന്നെ മീനിന് വരും. എന്നാൽ അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ അവൻ്റെ ജീവകാലം മുഴുവൻ അവൻ മീൻ പിടിച്ച് ജീവിച്ചോളും. അപ്പോൾ നമ്മളൊരു മീൻ കൊടുക്കുന്നതിന് വരെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്, സാമ്പത്തികമായൊക്കെ സഹായിക്കുന്നത് ഒരു പരിധി വരെ. ഒരാളെ അത് രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരാളെ നമുക്ക് എംപവർ ചെയ്യാൻ ചിലപ്പോൾ സാമ്പത്തികം കൊടുക്കേണ്ടി വന്നേക്കാം. ഇപ്പം ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ചാരിറ്റി അല്ല, വാസ്തവത്തിൽ അത് അവരുടെ ഒരു അവകാശമാണ്. ഞങ്ങൾ നേഴ്സും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് ചാരിറ്റി ചെയ്ത് സഹായിക്കുകയല്ലേ ചെയ്യുന്നത്, അവരെ എംപവർ ചെയ്യുക. വിദ്യാഭ്യാസം കൊടുത്ത് അവരെ എംപവർ ചെയ്യുക, അവരെ ശക്തിപ്പെടുത്തുക ചെയ്യുന്നത്. അവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു 3 വർഷം 4 വർഷം ഒരു നേഴ്സ് കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ജീവിതം രക്ഷപ്പെടുത്തുക മാത്രമല്ല, ആ കുടുംബത്തോട് ചുറ്റുവട്ടം നിൽക്കുന്ന സകലരും രക്ഷപ്പെടുവാനിടയാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരാളെ എംപവർ ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ദാനം ചെയ്യാം, കൊടുക്കാം. വിദ്യാഭ്യാസത്തിന് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് ഒരു എംപവർമെൻറ്റ് പ്രോഗ്രാമാണ്. അതൊരു ചാരിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ വായ്പ കൊടുത്ത് സഹായിക്കുന്നതിന് പകരം ഒരു കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്ത് കൊടുക്കുക, ഒരു കുട്ടിയുടെ ജീവിതം നിലവാരം ഉയർത്തുക, ഇതൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ടാക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം ഷെയർ ചെയ്യുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടാണ്, സാമീപ്യം കൊണ്ടാണ്. നമ്മുടെ നിഴലിൽ പോലും ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഷെയർ ചെയ്യാം. പിന്നെ സാമ്പത്തികമായി നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ വിശ്വാസം സാമ്പത്തികമായി ഷെയർ ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിൽ, അല്ലെങ്കിൽ രോഗികളായി ഭാരപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മളെ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്ത് നമ്മുടെ വിശ്വാസം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷെയർ ചെയ്യുന്ന വിശ്വാസം
വലിയ ഫലങ്ങളായി, വലിയ അത്ഭുതമായി, വലിയ ദൈവപ്രവൃത്തിയായിട്ട് അത് സമൂഹത്തിൽ നിലനിൽക്കുകയും അനേകർക്ക് വെളിച്ചമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നൊരു കാര്യം ഇതാണ്: നമുക്ക് വിശ്വാസത്തിൽ നിറയാം. വിശ്വാസത്തിൽ നിറഞ്ഞ് വിശ്വാസം വളർത്തി വിശ്വാസത്തിൽ ശക്തിപ്പെട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം ഷെയർ ചെയ്യുക. ബലഹീനരായിരിക്കുന്നവർക്ക് വേണ്ടി, ഒരു താങ്ങ് ആവശ്യമുള്ളവർക്ക് വേണ്ടി, ഒരു തണൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം ഷെയർ ചെയ്യാം. അത് നമ്മുടെ സാമീപ്യം കൊണ്ടാകാം, നമ്മുടെ വാക്കുകൾ കൊണ്ടാകാം, നമ്മുടെ സമ്പത്ത് കൊണ്ടാകാം, നമ്മുടെ പ്രവൃത്തി കൊണ്ടാകാം. നമുക്ക് ആ വിശ്വാസത്തെ നമുക്ക് ഷെയർ ചെയ്യണം. അപ്പം പത്രോസ് പറഞ്ഞു, എനിക്കുള്ളത് നിനക്ക് തരുന്നു, എൻ്റെ വിശ്വാസം ഞാൻ ഷെയർ ചെയ്യുകയാണ്. നീ നസ്രയത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ ഉടനടി സൗഖ്യം പ്രാപിച്ചു. നമുക്കും നമ്മുടെ വിശ്വാസത്തെ ഷെയർ ചെയ്യാം. നമ്മുടെ വാക്കുകളുടെ അത്രയും ശക്തമായ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചെയ്യാം, നമ്മുടെ സമ്പത്ത് കൊണ്ട് ചെയ്യാം, നമ്മുടെ സാമീപ്യം കൊണ്ട് ചെയ്യാം. ഒരു എൻകറേജ്മെൻറ്റ്, ഒരു സഹായം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നോ ആ കാര്യം നമ്മളിൽ ശക്തമായി വലുതാകുകയും വളരുകയും അത്ഭുതമാകുകയും ചെയ്യും. നമ്മുടെ വിശ്വാസത്തെ ഷെയർ ചെയ്യുവാൻ ഈ മാധ്യമങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവരാജ്യം ലോകത്ത് സ്ഥാപിതമാകട്ടെ, ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മതമൗലികവാദികളും അരാഷ്ട്രീയവാദികളുമൊക്കെ ഈ ലോകത്തെ കാർന്നു തിന്നുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ക്രിസ്തുവിൻ്റെ സമാധാനത്തിലും നമുക്ക് ഈ ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ, ലോകത്തെ പണിതുയർത്തുവാൻ വിശ്വാസവീരന്മാരും വിശ്വാസത്തിൻ്റെ ശക്തന്മാരും വിശ്വാസ നായകന്മാരും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് വിശ്വാസത്തിൻ്റെ നായകന്മാരായി, ശക്തന്മാരായി നമുക്ക് എഴുന്നേക്കാം. ഈ ലോകത്തെ നമുക്ക് എംപവർ ചെയ്യാം. ഈ ലോകത്തിന് വഴികാട്ടിയായി മാറാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.